A block of mass 2 kg is kept on the floor. The coefficient of static friction is 0.4. If a force F of 2.5 Newton is applied on the block as shown in the figure, the frictional force between the block and the floor will be. So, ഇവിടെ M 2 kg ആണ്, mu എന്ന് പറയുന്നത് 0.4 ആണ്, mu s 0.4 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് എസ് മാക്സ് എന്ന് പറയുന്നത് മ്യൂ എം ജി ആണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, മ്യൂ ആർ ആണ്, അത് മ്യൂ എം ജി ആയിരിക്കും. ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, സോ മ്യൂ ഈസ് 0.4 ഇൻറ്റു 2 ഇൻറ്റു 10 വരും. സോ ദാറ്റ് ഈസ് 8 ന്യൂട്ടൺ. എഫ് എസ് മാക്സ് 8 ന്യൂട്ടൺ ആണ്. അപ്ലൈഡ് ഫോഴ്സ് എത്രയാണ്? 2.5 ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്ലൈഡ് ഫോഴ്സ് 2.5 ന്യൂട്ടൺ ആണെങ്കിൽ ഈ 2.5 ന്യൂട്ടൺ 8 ന്യൂട്ടണേക്കാളും കുറവാണല്ലോ. അങ്ങനെയാകുമ്പോൾ ബ്ലോക്കിൽ നിങ്ങളൊരു 2.5 ന്യൂട്ടൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 2.5 ന്യൂട്ടൺ ആയിരിക്കും. കാരണം അത് എഫ് എസ് മാക്സിനേക്കാളും കുറവാണ്. ക്ലിയർ ആണല്ലോ. എ 60 kilogram body is pushed with just enough force to start it moving across a floor and same force continues to act afterwards. The coefficient of static friction and sliding friction are 0.5 and 0.4 respectively. The acceleration of the bodies. Question clear ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് 60 kg ആണ് ബോഡി. ഇവിടുന്ന് ഫോഴ്സ് അപ്ലൈ ചെയ്തു. ആ ഫോഴ്സ് എന്ന് പറയുന്നത് അതിനെ ജസ്റ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫോഴ്സാണ്. സോ ഇത് എഫ് എസ് മാക്സ് ആണ്. ഓക്കെ, ഇത് മൂവ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ നമുക്കറിയാം ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഫോഴ്സ് എന്തിന് ഈക്വൽ ആയിരിക്കും? എഫ് കെക്ക് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആക്സലറേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? എഫ് എസ് മാക്സ് മൈനസ് എഫ് കെ ഡിവൈഡഡ് ബൈ എം. സോ ആക്സലറേഷൻ ഈസ് എഫ് എസ് മാക്സ് മൈനസ് എഫ് കെ ഡിവൈഡ് ബൈ എം. എഫ് എസ് മാക്സിൻ്റെ വാല്യൂ മ്യൂ എം ജി ആണ്. ഓക്കെ, അത് മ്യൂ എസ് എം ജി ആണ്. അടുത്തത് മ്യൂ കെ എം ജി ആണ്. ഡിവൈഡഡ് ബൈ എം. എം ക്യാൻസൽ ആവും. സോ ആക്സലറേഷൻ ഈസ് മ്യൂ എസ് മൈനസ് മ്യൂ കെ ഇൻറ്റു ജി. ഓക്കെ, പഠിച്ചു വെച്ചോ, എക്സാമിന് കുറേ ചോദിച്ചതാണ്. ആക്സലറേഷൻ ഇസ് മ്യൂ എസ് മൈനസ് മ്യൂ കെ ഇൻറ്റു ജി. അതായത് നിങ്ങൾ കൊടുത്ത ഫോഴ്സ്, ആദ്യം കൊടുക്കുന്ന ഫോഴ്സ് ഏത് ഫോഴ്സ് തന്നെയാണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സാണ്. അപ്ലൈഡ് ഫോഴ്സ് ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ ബോഡി മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് വരുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഏതിന് ഈക്വൽ ആയിരിക്കും? എഫ് കെക്ക് ഈക്വൽ ആയിരിക്കും. സോ ദർ വിൽ ബി എ ഡിഫറൻസ്. അതായത് ഇവിടെ 30 ആണെങ്കിൽ, എഫ് എസ് മാക്സ് 30 ആണെങ്കിൽ, ഇതിന് 28 ആണെങ്കിൽ, സോ ഇവിടെ ഒരു ഡിഫറൻസ് വരുമല്ലേ? ഓക്കെ, അതേപോലെ എഫ് എസ് മാക്സ് മൈനസ് എഫ് കെ ചെയ്താൽ ഇതിൻ്റെ നെറ്റ് ഫോഴ്സ് കിട്ടും. ആ നെറ്റ് ഫോഴ്സ് ഡിവൈഡ് ബൈ മാസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സലറേഷൻ കിട്ടും. ഓക്കെ, സോ അവിടെ മാസ് ക്യാൻസൽ ആവും. സോ മ്യൂ എസ് മൈനസ് മ്യൂ കെ ഇൻറ്റു ജി ചെയ്താൽ മതി. മാസിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. ഓക്കെ, ഇനി അത് കൺഫ്യൂസ്ഡ് ആവണ്ട. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ മാസ് തരില്ല, കൺഫ്യൂസ്ഡ് ആവണ്ട. ഇത്ര മതി, മ്യൂ എസ് മൈനസ് മ്യൂ കെ ഇൻറ്റു ജി. മ്യൂ എസിൻ്റെ വാല്യൂ എത്രയാണ്? 0.5 മൈനസ് 0.4 0.1 വരും. 0.1 ഇൻറ്റു ജി. ജി എന്ന് പറയുന്നത് 10 ആയിട്ട് എടുത്താൽ ആൻസർ എത്ര വരും? 1 വരും. 1 meter per second square. ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ആൻസർ ആവും. എ ബോഡി ഓഫ് വെയ്റ്റ് 64 Newton is pushed with just enough force to start it moving across a horizontal floor. സോ ഹൊറിസോണ്ടൽ ഫ്ലോറിൽ അത് മൂവ് ചെയ്യാൻ വേണ്ട, ജസ്റ്റ് മൂവ് ചെയ്യാൻ വേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് എസ് മാക്സ് അല്ലേ? ജസ്റ്റ് മൂവ് ചെയ്യാൻ വേണ്ട ഫോഴ്സ് എഫ് എസ് മാക്സ് ആണ്. എഫ് എസ് മാക്സ് ഈസ് 64 Newton തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ആൻഡ് ദി സെയിം ഫോഴ്സ് കണ്ടിന്യൂസ് ടു ആക്ട് ആഫ്റ്റർവേർഡ്സ്. സോ ഇവിടെ എഫ് എസ് മാക്സ് കൊടുത്തു. ഓക്കെ, എഫ് എക്സ് മാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഇവിടെ എഫ് കെ അല്ലേ വരുന്നത്. ഓക്കെ, നിങ്ങളൊരു ക്വസ്റ്റൻ എന്താ ചോദിച്ചത്? സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ഫ്രിക്ഷൻ്റെ വാല്യൂസ് തന്നിട്ട് എന്താ ആക്സലറേഷൻ ഓഫ് ദ ബോഡി വിൽ ബി? ആക്സലറേഷൻ ഓഫ് ദ ബോഡി നേരത്തെ ചെയ്തു. കെ എന്തായിരുന്നു? മ്യൂ എസ് മൈനസ് മ്യൂ കെ ഇൻറ്റു ജി. ഓക്കെ, ഇങ്ങനെ കേസ് വരികയാണെങ്കിൽ ഈ ഒരു കേസ് മനസ്സിലായല്ലോ. എഫ് എസ് മാക്സ് ആദ്യം അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാകുമ്പോൾ ഇവിടെ നിന്നുള്ള ഫോഴ്സ് എഫ് കെ മാത്രമായിരിക്കും. എഫ് എസ് മാക്സിൻ്റെ എഫ് കെൻ്റെ ഡിഫറൻസ് നെറ്റ് ഫോഴ്സ് ആയിരിക്കും. അതിനെ എമൗണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആക്സലറേഷൻ കിട്ടും. ഫൈനലി വി ഗെറ്റ് മ്യൂ എസ് മൈനസ് മ്യൂ കെ ഇൻറ്റു ജി. മ്യൂ എസിൻ്റെ വാല്യൂ എത്ര? ഇവിടെ 0.6 മൈനസ് 0.4 0.2 വരും. 0.2 ഇൻറ്റു ജി വരും. ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ? യെസ്, ഡി ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ 20 kilogram block is initially at rest on a rough horizontal surface. Okay, a horizontal force of 75 Newton is required to set the block in motion. So 75 Newton എന്ന് പറയുന്നത് എഫ് എസ് മാക്സ് ആണ്. കാരണം മോഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്
അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് എസ് മാക്സ് ആണ്. ഓക്കെ, ആഫ്റ്റർ ഇറ്റ് ഈസ് ഇൻ മോഷൻ എ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഓഫ് 60 ന്യൂട്ടൺ ഈസ് റിക്വയർഡ് ടു കീപ് ദി ബ്ലോക്ക് മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ്. അത് എഫ് കെ ആണ്. ഓക്കെ, അതിൻ്റെ മോഷൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട മിനിമം ഫോഴ്സ് എത്രയാണ്? എഫ് കെ ആണ്. സോ എഫ് കെ ഈക്വൽ ടു 60 ന്യൂട്ടൺ. ഓക്കെ, നിങ്ങളോട് ചോദിച്ചത് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് മ്യൂ എസ് ആണ്. എഫ് എസ് മാക്സിൻ്റെ വാല്യൂ മ്യൂ എസ് ഇൻറ്റു എം ജി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 75 ന്യൂട്ടൺ. ഓക്കെ, മ്യൂ എസ് ഇൻറ്റു എം ഈസ് 20 ഇൻറ്റു ജി എന്ന് പറയുന്നത് 10 ആണ്, ഈക്വൽ ടു 75. സോ 75 ഡിവൈഡഡ് ബൈ 200 ഇതായിരിക്കും മ്യൂ എസിൻ്റെ വാല്യൂ. 75 ഡിവൈഡ് ബൈ 2 ഈസ് 37.5. സോ 0.375. 0.375. സോ ഓപ്ഷൻ എ ഈസ് ദി ആൻസർ, 0.38. സോ അവിടെ എഫ് കെൻ്റെ വാല്യൂ വെറുതെ തന്നതാണ്, കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി തന്നതാണ്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, എഫ് കെ എന്ന് പറയുന്നത് ആവശ്യമില്ല ആ കേസിൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കേസ് എടുക്കാം. ഇനി നമ്മൾ ഹൊറിസോണ്ടൽ സർഫസ് മാറ്റിയിട്ട് വെർട്ടിക്കൽ സർഫസ് എടുക്കും. സർഫസ് ഈസ് വെർട്ടിക്കൽ സർഫസ്. ഒരു ബ്ലോക്ക് ഓഫ് മാസ് ഇവിടെ വെച്ചാൽ ഡ്യൂ ടു ഗ്രാവിറ്റി അത് താഴേക്ക് വീഴും. ഓക്കെ, ഒരു ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലോക്കിനെ നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെന്തുകൊണ്ടാണ്? ഇവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും. ഓക്കെ, ആ ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം, ഇതാണ് സർഫസ്, സർഫസിലും ഈ ഒരു ബോഡിയും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം ഇതിവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ എത്ര മിനിമം ഫോഴ്സ് കൊടുത്താൽ ഈ ബ്ലോക്കിനെ ഇവിടെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും? ഓക്കെ, അത് താഴേക്ക് വീഴാതെ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെക്കാൻ എത്ര മിനിമം ഫോഴ്സ് അപ്ലൈ ചെയ്യണമെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഇവിടെ എഫ് ഫോഴ്സ് ഇങ്ങനെ വരുന്നു, ഇവിടെ എം ജി എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും? താഴേക്ക് എം ജി ആയിരിക്കും. ഇത് സർഫസ് അല്ലേ, സർഫസിന് ടാൻജൻഷ്യലായിട്ട് ഇതിൻ്റെ മൂവ്മെൻറ്റ് താഴേക്കല്ലേ വരുന്നത്. മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇതാണ് എഫ് എസ്. ഓക്കെ, ഇതായിരിക്കും നോർമൽ റിയാക്ഷൻ. ഓക്കെ, സോ റിയാക്ഷൻ ഇവിടെയാണ് വരുന്നത്. സോ ബോഡി മൂവ് ചെയ്യുന്നത് താഴേക്കാണ്, ആ ബോഡീൻ്റെ മൂവ്മെൻറ്റിന് ഓപ്പോസ് ചെയ്യാനുള്ള ഫോഴ്സാണ് ഇത് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ സർഫസിന് ടാൻജൻഷ്യലായിട്ട് എം ജിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്തു. റിയാക്ഷൻ ഫോഴ്സ്, നോർമൽ റിയാക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ നോർമൽ റിയാക്ഷൻ എഫിന് ഈക്വൽ ആയിരിക്കും. എഫ് ഈക്വൽ ടു ആർ എന്ന് എഴുതാം. ഓക്കെ, അതാണ് നിൽക്കട്ടെ. ഇനി നമുക്കറിയാം എഫ് എസ് മാക്സ് എത്രയായിരിക്കും? എഫ് എസ് മാക്സ് ഈക്വൽ ടു മ്യൂ ആർ ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എഫ് എസ് മാക്സ് ഈക്വൽ ടു മ്യൂ ആർ. എഫ് എസ് മാക്സിന് ഏതിന് ഈക്വൽ ആവണം ഇത് ഹോൾഡ് ചെയ്യണമെങ്കിൽ? എഫ് എസ് മാക്സ് എന്തായാൽ മാത്രമേ ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ? എം ജി ആണ്. സോ എം ജി ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ എന്ന് പറയുന്നത് എഫ്. സോ എഫ് ഈക്വൽ ടു എം ജി ഡിവൈഡഡ് ബൈ മ്യൂ. ഓക്കെ, പഠിച്ചു വെക്കാം. ഇറ്റ് ഈസ് എ മിനിമം ഫോഴ്സ് ദാറ്റ് ഷുഡ് ബി അപ്ലൈഡ് ടു ഹോൾഡ് ദി ബ്ലോക്ക് വിത്തൗട്ട് സ്ലിപ്പിംഗ് ഡൗൺ. ഓക്കെ, താഴേക്ക് വീഴാതെ അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള മിനിമം ഫോഴ്സാണ് എം ജി ബൈ മ്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദിസ് തിയറി. AEEE 2003 ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് നീറ്റിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. എ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഓഫ് 10 ന്യൂട്ടൺ ഈസ് നെസസറി ടു ജസ്റ്റ് ഹോൾഡ് എ ബ്ലോക്ക് സ്റ്റേഷനറി എഗെയിൻസ്റ്റ് എ വോൾ. അവിടെ ഡയഗ്രാം തന്നിട്ടുണ്ട്. The coefficient of friction between the block and wall is 0.2. Weight of the block is, yes, ഇത് 10 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു. സോ ആർ എന്ന് പറയുന്നത് 10 ന്യൂട്ടൺ ആയിരിക്കും. ഇവിടുന്ന് താഴേക്ക് എം ജി വരും, അതാണ് അതിൻ്റെ വെയിറ്റ്. ഇവിടുന്ന് ഫ്രിക്ഷണൽ ഫോഴ്സ് വരും, എഫ് എസ് മാക്സ് ഉണ്ടാവും. എഫ് എസ് മാക്സ് എന്ന് പറയുന്നത് മ്യൂ ആർ ആണ്. മ്യൂ ആർ ഈക്വൽ ടു എം ജി. ഓക്കെ, നിങ്ങളോട് ചോദിച്ചത് എന്താണ്? അതിൻ്റെ വെയിറ്റ് അല്ലേ. വെയിറ്റ് എന്ന് പറയുന്നത് എം ജി ആണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. സോ മ്യൂ ആർ കാൽക്കുലേറ്റ് ചെയ്യാം. മ്യൂ എത്രയാണ് തന്നത്? 0.2 ആണ്. ഇൻറ്റു ആറിൻ്റെ വാല്യൂ എത്രയാണ്? 10 ന്യൂട്ടൺ ആണ്. സോ ആൻസർ ഇസ് 2 ന്യൂട്ടൺ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. ഓക്കെ, AEEE ക്വസ്റ്റൻ ആണ്, ഒന്നുമില്ല. കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ പെട്ടെന്ന് തീർക്കാം. ഓക്കെ, സോ നല്ല ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, തിയറി പാർട്ട് നല്ല രീതിയിൽ പഠിക്കുക. കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ പെട്ടെന്ന് ചെയ്തു വിടാം. ഓക്കെ, എ ബോഡി ഓഫ് മാസ് 2 കിലോഗ്രാം ഈസ് കെപ്റ്റ് ബൈ പ്രസ്സിങ് ടു എ വെർട്ടിക്കൽ വോൾ. യെസ്, വെർട്ടിക്കൽ വോൾ ആണ്, 2 കിലോഗ്രാം ആണ്. ഓക്കെ, ബൈ എ ഫോഴ്സ് ഓഫ് 100 ന്യൂട്ടൺ. സോ ഇത് 100 ന്യൂട്ടൺ ആണ്. റിയാക്ഷനും 100 ന്യൂട്ടൺ വരും. വെർട്ടിക്കൽ വോളാണ്. ഓക്കെ, ഇവിടെയാണ് വോൾ വരുന്നത്. ദെൻ
Coefficient of friction between wall and body is 0.3. So mu s equal to 0.3. The frictional force required equal to. So ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് എം ജി അല്ല, എം ജി എന്ന് പറയുന്നത് 2 × 10 20 ന്യൂട്ടൺ വരും. ഇതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് എസ് വരാം. സോ എഫ് എസ് ഈക്വൽ ടു 20 ന്യൂട്ടൺ. ക്വസ്റ്റൻ എന്താ ചോദിച്ചത്? ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലേ. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് 20 ന്യൂട്ടൺ.